പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ ഒരു മാസ് എന്റർടൈനർ, ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പോൾ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര ട്രെമൻഡസ് ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിനും ഒക്കെ വന്നിട്ടുണ്ട്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസും ഇല്ലാതെ തന്നെ ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്, ഫാമിലീസ് ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും തുടരും പോലെ ഒരു സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ 3 ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നും ഒക്കെ ആയപ്പോ നമ്മള് ഇപ്പൊ ഇന്ന് വനിതാ വിരുന്നിൽ പോയി ഇവിടെ ഫോറം മോളിൽ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ്. ഫാമിലി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മക്കളുള്ളവര്, മക്കളെ വളർത്തിയിട്ടുള്ളവര്, അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക്, ആളുകൾക്ക് വന്ന് കാണാനുള്ളത്. എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു. തീർച്ചയായിട്ടും തിയേറ്റർ, നമ്മുടെ മലയാളത്തില് തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ്. കാര്യം അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാർ സമയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, പല സിനിമകളും ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം ആദ്യത്തെ 3 ദിവസം, ആദ്യത്തെ 2 ദിവസം വളരെ ആവറേജ് ആയിട്ട് പോയി. ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും പറഞ്ഞത് അസർ നോക്കൂ ഈ സിനിമ കയറി വരും. ആ ഒരു ഫീഡ്ബാക്ക് തന്നെ എനിക്കിപ്പോ ആ ഒരു കോൺഫിഡൻസ് എല്ലാ തിയേറ്റേഴ്സും തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്, ഈ സിനിമ കയറി വരിക തന്നെ ചെയ്യും. സംവിധായകന്റെ ഐഡിയ തന്നെയാണ് അത്. ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം, സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞങ്ങൾ വിട്ടു തരുന്നു. അത് എന്തുകൊണ്ടാണ് ആ 2 കൈകൾ കൂട്ടി ഇരിക്കുന്നത് പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയുക. അത് ഞാൻ പറഞ്ഞില്ലേ, തമർ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ ഞാൻ ഇതെങ്ങനെയുണ്ടോ നോക്കുക എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഐ മീൻ ആ സീൻ ഭയങ്കര, ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ്. അപ്പൊ അത് തമറും അതിനു വേണ്ടിട്ട് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായത്. നമ്മുടെ നാട്ടിലെ പോലീസും ഗൾഫിലെ പോലീസും വ്യത്യസ്തമാണെന്ന് ശരിക്കും പറഞ്ഞു കേൾക്കുന്നത്. അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഞാൻ കുറെ കാലം അവിടെ ജീവിക്കുന്നത് ഞാൻ കണ്ട പോലീസുകാരെ കഴിയാണ്. പക്ഷെ നാട്ടിലും അതേപോലെയൊക്കെ തന്നെയാണല്ലോ. ഇതേപോലെ വളരെ മോശം എന്തെങ്കിലും ചെയ്ത തിരിച്ച് അവിടെയും അതുപോലൊക്കെ തന്നെ കിട്ടും. എനിക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ബ്ലോഗേഴ്സിന്റെ ഒരു സംഭവമാണ്. ആരാണ് അത്? അത് ഒരുപാട് പേർക്ക് കണക്ട് ആയി. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രീതി. അതെ അത് എന്നോട് അവർക്ക് കഥ പറയുമ്പോൾ തന്നെ, ക്യാരക്ടർ പറയുമ്പോൾ തന്നെ പറഞ്ഞു. റെഫറൻസ് ഞാൻ പറയണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ മനസ്സിലായി, അസറല്ലേ അങ്ങനെ ചെയ്തത്. ഇപ്പൊ ഇന്നലെ അസർ ഷെയർ ചെയ്യുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായി. നമ്മള് എപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്ളോഗാണ്. പുള്ളി ഈ മണ്ടറ എന്നാലും ഭയങ്കര രസമാണല്ലോ. അത് അങ്ങനെ താമര പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇതാണെന്നുള്ളത്. ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് ഇപ്പൊ മലയാളത്തിൽ നല്ലേ. അപ്പൊ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത്. മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫർ ഒന്നും എനിക്ക് വേറൊരു ഭാഷയൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറ്റി പറയും. ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിക് കൊമേഴ്ഷ്യൽ ഒന്നുമില്ല. എനിക്ക് കേൾക്കുമ്പോൾ നരേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിലാണെന്നോ ജോണറാണെന്നോ ഞാൻ നോക്കാറില്ല. പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് അത്. ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്നത് പോസ്റ്റർ കറങ്ങുന്നു. ആ ഒരു രീതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ല എന്ന് ഉറപ്പിക്കാൻ ആസിഫിന് പറയാൻ, ഒറ്റയ്ക്ക് തന്നെ വന്നവരാണെന്ന് നമുക്കൊക്കെ അറിയാം. ഒറ്റയ്ക്ക് ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്നൊരു ചാനലിൽ കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. ആ ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കുള്ള കോൺഫിഡൻസ് ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ സിനിമകൾ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ തന്ന ശ്യാം സർ, എൻ്റെ സിബി സർ, അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ചവർ, അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫിൽ. അപ്പൊ ഒരിക്കലും അത് ഈ നിന്ന് ഞാൻ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമാണ്, അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചൊടിച്ചതല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സംവിധായകൻ വേണം, നല്ലൊരു നിർമ്മാതാവ് വേണം. സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ട് അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിൻ്റെ അത് എന്തർത്ഥമാണുള്ളത്? അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ചോദിച്ചപ്പോൾ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത് ഞങ്ങൾ ഈ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇറാനിയനാണ്. ഇതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങളൊരു 12 ദിവസം ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഷൂട്ടുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ അദ്ദേഹം ഉറങ്ങുന്നില്ല. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പായി പോയി. അപ്പൊ ഈ ഉറക്കം കെടുത്തുന്നത് ഇയാൾ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ആ വണ്ടി അങ്ങ് കത്തിച്ച് കളഞ്ഞ പിന്നെ ആ പ്രശ്നം തീരുന്ന അദ്ദേഹത്തിന് തോന്നി. ഞങ്ങളൊക്കെ അതിന്റെ ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. ടിക്കറ്റൊക്കെ ഷൂട്ട് തുടങ്ങി. ഇപ്പൊ എന്റെ ഒരു 8 ദിവസത്തെ പോർഷൻ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ സർക്യൂട്ടിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക് ചെയ്തതാണ്. മറ്റന്നാൾ മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും. ഇനി അതിനൊരു 90 ദിവസത്തെ ഒരു ഷെഡ്യൂളാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വില്ലൻ ചെയ്യാം, നല്ല ക്യാരക്ടേഴ്സ് വന്ന് ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ആ സ്ക്രിപ്റ്റിൽ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് തരുന്ന രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് അങ്ങനെ ഹീറോ തന്നെ ചെയ്യുന്ന ഞാൻ ഇതുവരെ വാശി പിടിച്ചിട്ടില്ല. നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ